സംസ്ഥാനത്ത് അധികാരം പിടിച്ചെടുത്ത് ഒരു മാസം തികയും മുൻപേ വി.ഡി. സതീശൻ സർക്കാരിൽ പൊട്ടലും ചീറ്റലും തുടങ്ങി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കാനും മദ്യകമ്പനികൾക്ക് അനുകൂലമായി ചട്ടങ്ങൾ ഭേദഗതി ചെയ്യാനും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കാണിച്ച അതിവേഗ താൽപര്യം വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റാണ് സംസ്ഥാനത്തുണ്ടാക്കിയിട്ടുള്ളത്. LDF സർക്കാർ 3 വർഷം കൊണ്ട് അനുമതി നൽകാതിരുന്ന മദ്യകമ്പനികളുടെ ഫയലുകളിലാണ് UDF സർക്കാർ അധികാരത്തിലേറി ദിവസങ്ങൾക്കകം മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് തീർപ്പുണ്ടാക്കിയത് എന്നതിന്റെ വ്യക്തമായ രേഖകളും പുറത്തു വന്നിട്ടുണ്ട്. പ്രമുഖ ബഹുരാഷ്ട്ര മദ്യകമ്പനിയായ ബക്കാർഡിക്ക് വേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ അസാധാരണ ഫയൽ നീക്കം നടന്നതെന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ആരോപണം സർക്കാരിനെ അക്ഷരാർത്ഥത്തിൽ പ്രതിക്കൂട്ടിലാക്കി. മദ്യനയത്തിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയുമായി ആലോചിക്കണമെന്ന പ്രാഥമിക മര്യാദ പോലും മുഖ്യമന്ത്രി ലംഘിച്ചതായാണ് ആക്ഷേപം. എക്സൈസ് മന്ത്രിയുമായി യാതൊരു കൂടിയാലോചനയും നടത്താതെ മുഖ്യമന്ത്രിയുടെ താൽപര്യപ്രകാരം മാത്രം ഫയലുകൾ അതിവേഗം ഒപ്പിട്ട് നീങ്ങുകയായിരുന്നു. ഒരു മാസത്തിനുള്ളിൽ മദ്യകമ്പനികൾക്ക് വേണ്ടിയുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കിയ മുഖ്യമന്ത്രിയുടെ ഈ വിദഗ്ധ ഇടപെടൽ അഴിമതിയും അവിശുദ്ധ കൂട്ടുകെട്ടും വ്യക്തമാക്കുന്നതാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ LDF സർക്കാർ ജനഹിതം മുൻനിർത്തി 3 വർഷം ചുവപ്പ് നാടിയിൽ കുരുക്കിയിട്ട മദ്യകമ്പനികളുടെ ഫയലുകൾക്കാണ് വി.ഡി. സതീശൻ അധികാരമേറ്റ് ദിവസങ്ങൾക്കകം ചിറക് നൽകിയത്. ഇതിനു പിന്നിലെ താല്പര്യം എന്താണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നാണ് പ്രതിപക്ഷം തുറന്നടിച്ചത്. സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ ഈ വിവാദത്തിൽ കോൺഗ്രസ് പാർട്ടിയും വി.ഡി. സതീശനെ കൈയൊഴിഞ്ഞ മട്ടാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ പരസ്യമായി മുഖ്യമന്ത്രിയുടെ മദ്യനയത്തിനെതിരെ രംഗത്തു വന്നത് എരിതീയിൽ എണ്ണയൊഴിക്കുന്നതായി. മതസാമുദായിക സംഘടനകളും കടുത്ത പ്രതിഷേധവുമായി മുന്നോട്ട് വന്നതോടെ KPCC നേതൃത്വവും പ്രതിസന്ധിയിലായി. സതീശന്റെ ഏകപക്ഷീയമായ ഈ നീക്കത്തോട് പാർട്ടിക്കുള്ളിലെ വലിയൊരു വിഭാഗത്തിനും വിയോജിപ്പുണ്ട്. സർക്കാരിന്റെ തുടക്കത്തിൽ തന്നെ മദ്യമാഫിയ ബന്ധമെന്ന ചീത്തപ്പേര് കേൾപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ ധൃതി പിടിച്ച തീരുമാനങ്ങൾ കാരണമായെന്നാണ് പാർട്ടിക്കുള്ളിലെ സംസാരം. ഇന്ന് നിയമസഭയിൽ സംസ്ഥാന ബജറ്റ് ചർച്ചകൾക്ക് ധനവകുപ്പിന്റെ കൂടി ചുമതലയുള്ള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മറുപടി പറയാനിരിക്കെ ഈ വിവാദം സഭയെ പ്രക്ഷുബ്ധമാക്കും. തീരുമാനം പിൻവലിക്കരുതെന്ന ചില അദൃശ്യ കേന്ദ്രങ്ങളുടെ സമ്മർദ്ദം സർക്കാരിന് മേലുണ്ടെങ്കിലും ജനവികാരവും സ്വന്തം മുന്നണിയിലെ എതിർപ്പും ഭയന്ന് സതീശൻ നിലപാട് മാറ്റുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. തീരുമാനത്തിൽ നിന്ന് പിന്നോക്കം പോയാൽ അത് സർക്കാരിന്റെ ബലഹീനതയായി വ്യാഖ്യാനിക്കപ്പെടും. എന്നാൽ അതുമായി മുന്നോട്ട് പോയാൽ അത് അഴിമതിക്ക് കൂട്ടുകൂടലാണെന്ന ആക്ഷേപവും ഉറപ്പിക്കും. ചുരുക്കത്തിൽ അധികാരം കിട്ടിയ വേഗതയിൽ മദ്യമുതലാളിമാരെ സഹായിക്കാൻ ഇറങ്ങി പുറപ്പെട്ട വി.ഡി. സതീശൻ ഇപ്പോൾ സ്വന്തം പാർട്ടിയിലും മുന്നണിയിലും പൂർണ്ണമായി ഒറ്റപ്പെട്ടു നിൽക്കുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത്.